എല്ലാവർക്കും നമസ്കാരം. 14ാം രാവ് സീസൺ 4ന്റെ നിങ്ങളുടെ പ്രിയ ഗായകർ ഒരുക്കുന്ന പാട്ടിന്റെ ഉറുമാലിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ലോകമെമ്പാടും വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ചും 14ാം രാവിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും, നിങ്ങളുടെ പ്രിയ ഗായകർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല ഗാനങ്ങൾ, പ്രത്യേകിച്ചും 14ാം രാവിൻ്റെ സ്വന്തം ഗാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ? അപ്പോൾ ഈ വലിയ പെരുന്നാൾ ആഘോഷത്തിൽ ഞങ്ങളിതാ ഒന്നിക്കുകയാണ് നിങ്ങളോടൊപ്പം. നമ്മുടെ ഒരു പെരുന്നാൾ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഗാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മൾ ഒരുക്കിയ ഒരുപാട് നല്ല ഗാനങ്ങൾ ഈ സുന്ദരന്മാർ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് തുടക്കം കുറിക്കാൻ പോകുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങിലാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. മാനത്ത് ദുൽഹജ്ജ് നമ്പിളി പൊങ്ങി തക്ബീർ ചൊല്ലാം പെണ്ണുങ്ങളെ, മാണിക്ക ചെപ്പ് തുറന്നിട്ട് മൈലാഞ്ചി ചെപ്പങ്ങൾ കൊത്താം പെണ്ണുങ്ങളെ, തക്ബീർ ചൊല്ലാം പെണ്ണുങ്ങളെ. മാനത്ത് ദുൽഹജ്ജ് നമ്പിളി പൊങ്ങി തക്ബീർ ചൊല്ലാം പെണ്ണുങ്ങളെ, മാണിക്ക ചെപ്പ് തുറന്നിട്ട് മൈലാഞ്ചി ചെപ്പങ്ങൾ കൊത്താം പെണ്ണുങ്ങളെ, തക്ബീർ ചൊല്ലാം പെണ്ണുങ്ങളെ. ഷർഫേറും നാളുകൾ വന്നു, ഹറമിന്റെ നാട്ടിലേക്ക് ആളേറെ ചെന്നു. ഹജ്ജിന്റെ ഷർഫേറും നാളുകൾ വന്നു, ഹറമിന്റെ നാട്ടിലേക്ക് ആളേറെ ചെന്നു. മറവ സൽഫ കണ്ട് പുളകമണിഞ്ഞു, മീനയിൽ അർഫയിൽ പാദം പതിഞ്ഞു. മറവ സൽഫ കണ്ട് പുളകമണിഞ്ഞു, മീനയിൽ അർഫയിൽ പാദം പതിഞ്ഞു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, 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 ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. മാനത്ത് ദുൽഹജ്ജ് നമ്പിളി പൊങ്ങി തക്ബീർ ചൊല്ലാം. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് സോങ് കേട്ടു. ഇനി നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത് ഫാത്തിമ കുട്ടിയാണ്. ഫാത്തിമ ഹെന്ന, നമ്മുടെ 14ാം രാവ് സീസൺ 4ന്റെ സ്വീറ്റ് കണ്ടസ്റ്റന്റ് ഫാത്തിമ കുട്ടി. ഫാത്തിമ, വലിയ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു. ആക്ച്വലി എനിക്കൊരു ഡൗട്ടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ വലിയ പെരുന്നാൾ നിങ്ങൾ വലുതാക്കിയിട്ടല്ല, കുറച്ച് ചെറുതായിട്ടല്ല ആഘോഷിക്കുള്ളൂ, ആണോ? ചെറിയ പെരുന്നാളാണ് വലുതായിട്ട് ആഘോഷിക്കുക, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചെറിയ പെരുന്നാൾ പറയുമ്പോൾ നമ്മൾ 30 ദിവസം നോമ്പ് നോറ്റിട്ട് ആ ഒരു നോമ്പൊക്കെ കഴിഞ്ഞു അത്രയും വിശുദ്ധമായ ഒരു മാസത്തിനോടുള്ള വിട പറയലാണ് ചെറിയ പെരുന്നാൾ. അപ്പം അതിന് പോരിശം കൂടുതലാണ്. അങ്ങനെയല്ലേ രണ്ട് പെരുന്നാളിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വലിയ പെരുന്നാൾ ആക്ച്വലി ബലിപെരുന്നാളായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഫാത്തിമ കുട്ടി, നമ്മളെന്തായാലും വലിയ പെരുന്നാൾ വലുതായിട്ട് തന്നെ ആഘോഷിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഫാത്തിമ നമ്മുടെ 14ാം രാവ് സീസൺ 4ലെ ഈ ഒരു എന്താ പറയുക ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടിയത് ന്യൂ സോങ് റിലീസ് റൗണ്ടായിരുന്നു. ആ ഒരു പാട്ട് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലേ? അത്ര ഒരു ബ്യൂട്ടിഫുൾ റെൻഡേഷൻ ആയിരുന്നു. അതെന്തായാലും നമുക്കൊന്ന് കേട്ടോക്കാം. മാറ്റത്തൊരു മുഖമപ്പോൾ മുത്തി ഞാനോർത്തു, പൊന്നിൻ കിനാവാലെത്ര മാല പിന്നെ കോർത്തു, നിലവിൽ ഞാൻ അവനെ മെല്ലെ നെഞ്ചോടു ചേർത്തു. മുഹബത്തിൻ മുറ്റത്തുള്ള മന്ദാരം പൂത്തു, മാറ്റത്തൊരു മുഖമപ്പോൾ മുത്തി ഞാനോർത്തു.
ഫാത്തിമ, താങ്ക് യു സോ മച്ച്. ആ ബ്യൂട്ടിഫുൾ സോങ് ഒന്നുകൂടെ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടൊരു ഡ്യുവറ്റ് സോങ്. അതിന് മുന്നേ ഫാത്തിമ ആൻഡ് അജ്മൽ അല്ലേ കൂടെ പാടുന്നത്? അജ്മൽ, എന്തൊക്കെയുണ്ട്? സുഖം. വലിയ പെരുന്നാൾ അടിച്ച് പൊളിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ? എന്താണ് ഈ വലിയ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ ആധികാരികമായിട്ട് ഇപ്പോൾ അജ്മൽ നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. ആധികാരികമായിട്ടൊന്നും എനിക്കറിയാം. സത്യസന്ധമായ മറുപടി. ഓക്കെ, എന്തായാലും അജ്മൽ എന്താണ് ചെയ്യാറ് വലിയ പെരുന്നാളിന്? വലിയ പെരുന്നാളിന് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പള്ളിയിൽ പോകും, പിന്നെ ഫുഡ് കഴിക്കും. അല്ല, പള്ളിയിൽ പോയി ഉളിയത്ത് അറുത്ത് കഴിഞ്ഞിട്ട്, ഉളിയത്ത് അറുക്കാന്ന് പറഞ്ഞാൽ പോത്തിനറുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ബലി പെരുന്നാൾ ബലി കൊടുക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ ഉളിയത്തറത്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് ബിരിയാണിയൊക്കെ അടിച്ച് എല്ലാവരെയും വീട്ടില് ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കും. അപ്പൊ ഇപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കില്ല. അപ്പൊ ആ ഒരു എനർജിയിൽ തന്നെ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. ഫാത്തിമ, ജോയ്. പടവാള് മിഴിയുള്ളോട് പകവൊങ്കും ചിരിയുള്ള പടവാള് മിഴിയുള്ളോട് പകപൊങ്ങും ചിരിയുള്ള പെണ്ണെ സൈനബാ ബീവി. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോലിപ്പിച്ചു ചേരിൽ. ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോലിപ്പിച്ചു ചേരിൽ. കസവണിഞ്ഞ പൂങ്ങിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരമെന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. കസവണിഞ്ഞ പൂങ്ങിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരമെന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. പടവാട് മിഴിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോട് പകവൊങ്ങും ചിരിയുള്ള പൂങ്കരിൽ ദേവി പെണ്ണെ സൈനബാ ബീവി. പടവാള് മിഴിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോട് പകപൊങ്കും ചിരിയുള്ള പൂങ്കരിത്തേവി പിന്നെ സൈനബാ ബീവി. ഹക്കീം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പെരുന്നാളിന്റെ സന്തോഷം ആണോ? ഹക്കീം പാടിയതിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറയാനുള്ള ഒരു സോങ് ഏതാ അറിയോ? ന്യൂ സോങ് റിലീസിൽ പാടിയ ബ്യൂട്ടിഫുൾ സോങ്, ട്രഡീഷണൽ സോങ് അല്ലേ? അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊടുക്കാം അല്ലേ? ഓക്കെ. മിന്നും ചരിത്രത്താളിൽ പൊന്നിൻ ലിപികളാലേ എന്നും മികവേറും കിസ്സ കോർത്ത മാല മഹിയങ്ങും പൂകൾ പെറ്റേ മഹാനരിൽ മധുഹുറ്റേ ചരിതങ്ങളീശലാക്കി ചുരുക്കിടെ കവിയാക്കി സഹബുകളെറുമുക്കിൽ പൊരുതി പടക്കളമേ. മിന്നും ചരിത്രത്താളിൽ പൊന്നിൻ ലിപികളാലേ എന്നും മികവേറും കിസ്സ കോർത്ത മാല മഹിയങ്ങും പൂകൾ പെറ്റേ മഹാനരിൽ മധുഹുറ്റേ ചരിതങ്ങളീശലാക്കി ചുരുക്കിട കവിയാക്കി സഹബുകളെറുമുക്കിൽ പൊരുതി പടക്കളമേ. വീണ് കിടക്കുന്നതാ മുറിപ്പെടിദാഹവുമേറി വേളൈ വരുന്നേ കഥ സ്വഹബിയും നാരവും പേരി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഹക്കീം പാടുക. ഒരു പാട്ടും കൂടെ പാടിപ്പിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഒരു പാട്ടും കൂടെ ആയിക്കോട്ടെ. അമ്പൽ പൂച്ചൂടി തിങ്കൾ കല പോലെ തിളങ്ങുന്നേ ആരംഭ ഹരിജാബിയോളി തൂകുന്നേ നല്ല മലരമ്പൻ മിഴിക്കുള്ളിൽ കീന പൂക്കുന്നേ മുല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ ചമഞ്ഞിടുന്നേ. അമ്പൽ പൂച്ചൂടി തിങ്കൾ കല പോലെ തിളങ്ങുന്നേ ആരംഭ ഹദിജാബിയോളി തൂകുന്നേ
നല്ല മലരമ്പൻ മണിക്കുള്ളിൽ കീന പൂക്കുന്നേ മുല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ ചമഞ്ഞിടുന്നേ. നല്ലൊരു സോങ് അല്ലേ? ഇനി നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത് ബ്ലൂ ഡ്രസ് ഇട്ട മേഘയല്ല, ഹൃദ്യകുട്ടിയാണ്. ഹൃദ്യകുട്ടി എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, നല്ലൊരു മാർക്സ് ഒക്കെ കിട്ടി, നല്ല പെർഫോമൻസുകൾ തന്നു. ഇനി അടുത്ത സ്റ്റേജിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ആ സമയത്താണ് വലിയ പെരുന്നാൾ കടന്നെത്തിയത്. യെസ്, ഹൃദ്യ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഏത് സോങ്ങാണ് പാടാൻ പോകുന്നത്? മുത്തുവൈര കല്ല് വെച്ച് രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, താമരപ്പൂവിൻ്റെ മൊട്ട് കൊരുത്ത മാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്, ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്. മാതക കണ്ണും മിഴിച്ച് മാതകത്വം വാർന്നൊലിച്ച് മാരനൊപ്പം ചേരും നേരം പെണ്ണിനെന്ത് സീനത്ത്, മണിയറയ്ക്കുള്ളിൽ വസിച്ച് മധുരത്തേൻ കനിയും നുണച്ച് മയങ്ങും നേരം സുന്ദരാങ്കി കെന്തരാഹത്ത്. തനദന്ത 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 തനരരാ, തനദന്ത 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 തനരരാ. മുത്തുവൈര കല്ല് വെച്ച് രത്നമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം. ഹൃതിക്കുട്ടി നല്ല ക്യൂട്ടായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ പാടിയ ഒരു സോങ്ങിൻ്റെ അത് പാടിത്തരും. കാലത്തിൻ കൊമ്പിലായുണ്ടൊരു പക്ഷി, കാണാത്തതെല്ലാം കാണുന്ന പക്ഷി, കാലത്തിൻ കൊമ്പിലായുണ്ടൊരു പക്ഷി, കാണാത്തതെല്ലാം കാണുന്ന പക്ഷി, മുസൽമാന്റെ കൈവിട്ട് പോയതാ പക്ഷി, മൂമിനെ കൊണ്ടുവാ തിരികയാ പക്ഷി, മുസൽമാന്റെ കൈവിട്ട് പോയതാ പക്ഷി, മൂമിനെ കൊണ്ടുവാ തിരികയാ പക്ഷി, കാലത്തിൻ കൊമ്പിലായുണ്ടൊരു പക്ഷി, കാണാത്തതെല്ലാം കാണുന്ന പക്ഷി. ദിൽജിഷ, ഹായ് ചേച്ചി. പെരുന്നാളിൻ്റെ സന്തോഷം, പിന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പം ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം, മൊത്തം സന്തോഷമാണല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഈ സന്തോഷമൊക്കെ വേണ്ടേ? അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ശ്രമമൊക്കെ നടക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ, നമ്മുടെ ഈ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി ആദ്യമായിട്ട് പാടിത്തരാൻ പോകുന്ന പാട്ട് ഏതാ? റംലത്താൻ്റെ സോങ് തന്നെയാണ്. അടിപൊളി. ഓക്കെ. ഈര് ലോകം ജയമണി നബിയുള്ള തിരുമു ബന്നേ, ഈര് ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ, ഈര് ലോകം ജയമണി നബിയുള്ള തിരുമു ബന്നേ, ഈര് ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ, சொன்னவர் மன்னர் நபி கரமேற்றி என்னுடைய கொதியில் நொல் சாற்றி உன்னிடைய கிழவல் புகழ் போற்றி போற்றிடே பருதவன் பிரியமுடைய ஹபீபுல்லாவே, போரேஷ கடலுடைய தினகரம் ரசூலுல்லாவே, ஈரே லோகம் ஜெயமணி நபியுள்ள തിരുമുബന്നേ, ഈരേ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ശരിക്കും മനസ്സ് നിറഞ്ഞു. ഇനി എന്തായാലും നമ്മുടെ ഈ ഒരു ഫസ്റ്റ്
സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആ ഒരു സോങ്, ദിൽജിഷയുടെ ന്യൂ സോങ് റിലീസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി പാടി ആ ഒരു പാട്ട് കേൾക്കണം ആഗ്രഹമുണ്ട്. പാടിത്തരൂ. തരാം. നിൽക്കുമ്പോൾ ഉള്ളം പേടയ്ക്കുന്നു പറയുവാനുള്ളവ എല്ലാം മറക്കുന്നു. പിരീശപ്പൂം തേനാറിൻ കരയിൽ വരുന്നോനി ബദറുൽ മുനീറായൻ ഹൃദയം കവർന്നോനി. മുരളിയേട്ടൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ പാട്ടാണെന്ന് ഇങ്ങനെ വിളിച്ചോതുന്ന ഒരു പാട്ട്. എന്തായാലും നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ചു, ഹാപ്പി. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. യെസ്, ശ്രുതി. പെരുന്നാളിന് എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ പാടാം. അപ്പോൾ ശ്രുതിയും നല്ലൊരു സെലക്ഷനുമായിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് കണ്ടാലേ അറിയാം. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഫസ്റ്റ് ഞാൻ മനസ്സകം തന്നെ പാട്ട് പാടാം. മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. ശ്രുതിയും ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ നല്ലൊരു പാട്ട് തന്നു. ആൻഡ് നമ്മുടെ ഈ ഒരു സീസൺ 4 നമ്മൾ തുടങ്ങിയത് തന്നെ ശ്രുതിയുടെ ഈ ഒരു പാട്ടിലാണ്. അപ്പം നമുക്ക് അത് കേൾക്കാം അടുത്തായിട്ട്. സർവലോക സാരഥി നീ കരുണാവാരിധി നീ ഇരുളിലെ വിളക്കാണു നീ എൻ്റെ കരളിലെ കരുത്താണു നീ എൻ്റെ കരളിലെ കരുത്താണു നീ. സർവലോക സാരഥി നീ കരുണാവാരിധി നീ ഇരുളിലെ വിളക്കാണു നീ എൻ്റെ കരളിന് കരുത്താണു നീ എൻ്റെ കരളിന് കരുത്താണു നീ. ഔക്കാക്കയുടെ നല്ലൊരു പാട്ടല്ലേ ശ്രുതി? ഇനി നമുക്ക് അടുത്തതായിട്ട് അഞ്ജന റെഡിയാണ് പാടാൻ വേണ്ടിയിട്ട്. അഞ്ജന, ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ പാട്ടിൽ തുടങ്ങുന്നോ അതോ വേറെ ഏതെങ്കിലും പാട്ട് ഓഡിയൻസിന് സമ്മാനിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണോ? ഏതപ്പോൾ പാടാൻ പോകുന്നത്? ഫസ്റ്റ് വേറൊരു പാട്ട്. വേറൊരു പാട്ട്, ന്യൂ സോങ് റിലീസ് അല്ലാത്ത വേറൊരു പാട്ട്, ഒരു പോപ്പുലർ സോങ്. ഓക്കെ.
പാടാന് കാണാക്കിനാവുത്തിരി ഇന്നു കാട്ടിത്തരും പെൺമണി കാണട്ടെ നിൻ പുഞ്ചിരി അവർ കേൾക്കട്ടെ തൂമഞ്ചരി. സ്നേഹത്തിൻ കണ്ണാടി മാളികയിൽ സുൽത്താനെ മെല്ലെ വിളിച്ചിരുത്ത് മോഹത്തിൻ താമര പൂവാടിയിൽ മാരനായി നല്ല വിരുന്നൊരുക്ക് മുഹബത്തിൻ പൂമ്പട്ടുറോമാലുമായി മോളെ നീ നന്നായി ചമഞ്ഞു നിൽക്ക് മുന്തിരിപ്പൂന്തേൻ മൊഴികളുമായി മുത്തേ സുവർഗം പണിതെടുക്ക് മനസ്സിന്റെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആൺകുട്ടികളുടെ സെക്ഷൻ ആരെങ്കിലും ഒരാളെ വിളിക്കാം അല്ലേ? ഹായ് വൈകാശ്, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഫസ്റ്റ് സ്റ്റേജ് നന്നായിട്ട് പോകണല്ലോ അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലാണ്ട് പോകുന്നു. എന്തായാലും ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ നല്ലൊരു പാട്ട്, അതും തീമാണെങ്കിൽ ഒരു എന്താ പറയുക, ആരും അങ്ങനെ ചൂസ് ചെയ്യാത്തൊരു തീം. എന്തായിരുന്നു തീം? പെണ്ണാണാൻ പോകുന്നത് അല്ലേ? അപ്പം പെണ്ണിനെ കുറിച്ച് എന്തൊക്കെ വേണം, കോൺസെപ്റ്റ് അതൊക്കെ പറയുന്ന ഒരു പാട്ട്. അപ്പം നമുക്കത് കേൾക്കാം. കെട്ടാൻ വന്നവനാണിത് സുന്ദരി മുല്ലേ, ഒന്നിനിയുള്ള തുറക്കടി മെല്ലെ, നാണത്തിൽ മുങ്ങല്ലേ, കേൾക്കണമിന്ന് വാക്കിനിയൊന്ന്, കേൾക്കണമിന്ന് വാക്കിനിയൊന്ന്, സൗജത്താക്കിടാൻ കബൂലാണെന്ന്. കെട്ടാൻ വന്നവനാണിത് സുന്ദരി മുല്ലേ, ഒന്നിനിയുള്ള തുറക്കടി മെല്ലെ, നാണത്തിൽ മുങ്ങല്ലേ, കേൾക്കണമിന്ന് വാക്കിനിയൊന്ന്, കേൾക്കണമിന്ന് വാക്കിനിയൊന്ന്, സൗജത്താക്കിടാൻ കബൂലാണെന്ന്. ഗഫൂരം കയാം, ബാപ്പു വാവാട് അവരുടെ കോമ്പിനേഷനിൽ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ് നന്നായിട്ട് പാടി. ഇനി നമുക്ക് അടുത്തത് ആരെ കൊണ്ട് പാടിപ്പിക്കാം വൈകാശ്? ആരെ കൊണ്ട് പാടിപ്പിക്കാം? അജ്മലിനെയോ? അജ്മലൊക്കെ പാടിക്കഴിഞ്ഞില്ലേ? അജ്മലിനെ കൊണ്ട് ഒരു പാട്ടും കൂടെ പാടിപ്പിക്കാം. അജ്മൽ ഒന്നുകൂടെ വന്നേ, വൈകാശിന്റെ ഒരു ആഗ്രഹമല്ലേ? ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാം. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാം. എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ പാവം മോള് ഇത്ര നേരമായി കഷ്ടപ്പെട്ട് ഞാൻ പാട്ട് പഠിച്ചു, എനിക്ക് പാടണം എന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയായിരുന്നു. പാടിപ്പിക്കട്ടെ ഞാൻ? നാണാണോ? നർമ്മദക്കുട്ടി പാടിയ പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഓഡിയൻസും ജഡ്ജസൊക്കെ എൻജോയ് ചെയ്ത ഒരുപാട് നല്ല പെർഫോമൻസുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും നർമ്മദക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. കരമത്തിരുനാമമേ ഉറ്റ ശംസുദ്ദീൻ നബി ശംസുൽ ഹുദാ അലവിൽ സല്ലി ബൽദ ഹംദുലില്ലാഹ്.
സ്വഹബഞ്ചമിലും അവർ ത്വയ്ബീന ത്വാഹിരീനവർ ത്വാബിയീനിലുമേ അതെപ്പോതും വഴങ്ങല്ല ബാദി തിറസൂൽ നബിയാർ ഹിജ്റ പോയി മദീനത്തിൽ വസിത്തല്ല വാർത്ത പൂർത്തിയും കോർത്ത് തീർത്തിടുവാൻ അവർ ഹക്കാലുതക്കം തായ നിൽക്കല്ല ആദി അഹ്ദത്ത് ബഹാഉസനാമിൽ ചതുരക്ഷര അൽ ഇലാഹു വനാഹു വഹർഫ യുളൈ സുൽത്താനുൽ നസ് മായ ബിസ്മില്ലാഹ്. നന്നായിട്ട് പാടി നർമ്മദ കുട്ടി. ഇനി നമുക്ക് ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ നർമ്മദ കുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പാട്ട് അത് നമുക്ക് പാടാം അല്ലേ? റെഡിയല്ലേ? ഓക്കെ. ഏറെ നാളായല്ലോ കൽബിൽ പൂത്ത് നിൽക്കണ പൂതി ഏറ്റവും പിരിശത്തിലോ നീ ചേരുമെന്നും ഓതി ആറ്റലായ ബീവി നീയൻ കരളിൽ പെയ്ത മാറിയാറ്റിലെ ആമ്പൽ പൂക്കൾ ചൊല്ലിടുമോ ചേതി ഏറെ നാളായല്ലോ കൽബിൽ പൂത്ത് നിൽക്കണ പൂതി ഏറ്റവും പിരിശത്തിലോ നീ ചേരുമെന്നും ഓതി. വാ, അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, മുരളിയേട്ടൻ്റെ സിഗ്നേച്ചറുള്ള വേറൊരു സോങ്, ഒരു ബ്യൂട്ടിഫുൾ സോങ്, നന്നായിട്ട് പാടി. ഇനി നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് റിജിഷയാണ്. റിജിഷയും എനിക്ക് തോന്നുന്നു ന്യൂ സോങ് റിലീസ് റൗണ്ടിലാണ് ഒന്ന് തിളങ്ങിയത്. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെയാണ്. റിജിഷയുടെ പേരിൽ അറിയപ്പെട്ടൊരു സോങ്, അതും നല്ല മാർക്സ് വാങ്ങിച്ചിട്ടാണ് ആ ഫ്ലോറിൽ നിന്ന് വിട്ടുപോയത് അല്ലേ? അപ്പം ആ സോങ് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ദൂരെ ദൂരെ സുബർഗത്തിൽ വാഴുമെന്റെ മഹ്ശൂഖ് ഓരോ രാവിൽ എനിക്കിനാവിൽ വിരുന്നു വന്നു ഏറെ നേരമാവിരി മാറി നിന്നെ അണച്ചു നിന്നു ദൂരെ ദൂരെ സുബർഗത്തിൽ വാഴുമെന്റെ മഹ്ശൂഖ് ഒരു രാവിൽ എനിക്കിനാവിൽ വിരുന്നു വന്നു ഏറെ നേരമാവിരി മാറി നിന്നെ അണച്ചു നിന്നു മരണത്തിൻ സക്കറാത്തിൽ കളയാതെ കരുതിയ പ്രണയത്തിൻ പട്ടുറുമാൽ കൊണ്ടുവന്നു തൻ്റെ കരൾ പൂവ് എനിക്കതിൽ പൊതിഞ്ഞു തന്നു വിരലിൻ്റെ തുമ്പ് ചെത്തി പണ്ട് ഞങ്ങളെഴുതിയ പിരിശത്തിൻ കുറിമാനം അതിൽ ഞാൻ കണ്ടു തമ്മിൽ പിരിയൂലെന്നുള്ള വാക്കും തെളിഞ്ഞു കണ്ടു. നല്ലൊരു വോയിസ്. ആ ഒരു വോയിസിൽ ഇനി ഒരു പാട്ട് കൂടെ കേൾക്കണം. കിഴക്ക് പൂക്കും ഒരിക്കലെന്തൊരു ചുക ചുകപ്പാടി പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടു തുടുപ്പാടി എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ ഗൽബിലെത്തി 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 ഗൽബിലെത്തി. ഇനി അടുത്ത ആളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ ഒരു സീസണിലെ ഏറ്റവും നല്ല സ്മാർട്ട് ബോയ് ആയ നമ്മുടെ അശ്വിൻ കൃഷ്ണ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അശ്വിൻ ഓടിവാ.
കരളുരുകി കിനിഞ്ഞൊഴുകും കഥന കണ്ണീരടക്കി കരിഞ്ഞുവാടി കൊഴിഞ്ഞ മോഹ കിനാവും ഖബറടക്കി എരിഞ്ഞു തീർന്നിൻ ജീവിതത്തിൻ ദളങ്ങൾ നുള്ളിപ്പെരുത്തി എഴുതിടുന്നിൻ കഥമലോകർ കറിഞ്ഞിടുവാൻ തിരക്കുവാൻ ഇന്നിതുവരെയും കനിഞ്ഞില്ല ഞാനൊരുവരെയും തിരക്കുവാൻ ഇന്നിതുവരെയും കനിഞ്ഞില്ല ഞാനൊരുവരെയും പെരുത്ത മാമൂൽ ചൊരിഞ്ഞ ഭാരം തകർത്തതിനാലേ നടുവോടിച്ചതിനാലേ കരളുരുകി കിനിഞ്ഞൊഴുകും കഥന കണ്ണീരടക്കി കരിഞ്ഞുവാടി കൊഴിഞ്ഞ മോഹ കിനാവും ഖബറടക്കി. കെട്ടിച്ചയക്കുവാൻ മാർഗം തിരഞ്ഞ് ഉപ്പായും ഒട്ടേറെ നാട്ടിലലഞ്ഞ് കാണാതെ എത്രയോ നട്ടം തിരിഞ്ഞ് കാഴ്ചയും എന്നുള്ളിൽ ചുടുതി ചൊരിഞ്ഞ് സ്ത്രീധനം നൽകുവാൻ മാർഗങ്ങളില്ലെങ്കിൽ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതമില്ലേ സ്ത്രീധനം നൽകുവാൻ മാർഗങ്ങളില്ലെങ്കിൽ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതമില്ലേ സ്ത്രീധനം പേരി ജീവിതം നാറി മാറുന്നു പരാഗി ദുരാചാരം പടർന്നാകെ കരളുരുകി കിനിഞ്ഞൊഴുകും കഥന കണ്ണീരടക്കി കരിഞ്ഞുവാടി കൊഴിഞ്ഞ മോഹ കിനാവും ഖബറടക്കി. അശ്വിൻ ഒരു പാട്ടും കൂടെ. സുരലോകമണിഹൂറുൽ ഇസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള ഹലിങ്ങളെ സുരലോകമണിഹൂറുൽ ഇസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള ഹലിങ്ങളെ. കുറേ നേരമായിട്ട് ഞാൻ ഒന്ന് പാടിക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഘനെ കൊണ്ട് തന്നെ പാടിപ്പിക്കാം. മേഘ, ഏത് പാട്ടാ മോളെ പാടാൻ പോകുന്നത്? 7-ാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർമുല്ല പോലുള്ള പെണ്ണേ മുഹബത്തിനിണയായ കണ്ണേ അസർമുല്ല പോലുള്ള പെണ്ണേ മുഹബത്തിനിണയായ കണ്ണേ സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങിനരങ്ങായ മാരൻ അരികിൽ വരവായി ബീവി കാണാൻ വരവായി ബീവി അസർമുല്ല പോലുള്ള പെണ്ണേ മുഹബത്തിനിണയായ കണ്ണേ. മേഘക്കുട്ടി, നല്ലൊരു ഫിലിം സോങ് പാടി തന്നെ. ഇനി ഒരു മാപ്പിളപ്പാട്ട് വേണം. ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ പാടിയൊരു പാട്ടുണ്ടല്ലോ, അത് പാടും. നിലാവിൽ പൂത്തുലഞ്ഞൊരമ്പിളി പോലെ നിലവ് നെയ്ത് കാത്തിരിക്കും ഓമലേ വരുന്ന മാസം 10-നല്ലേ പൂമ്പെരുന്നാള് വിരുന്നു വരും വന്നു ഞാനും വീട്ടില് കടൽ കടന്നിട്ടക്കരയിൻ നാടു ജീവിതം കടലലയോടോതുമിന്നും ധർമ്മസങ്കടം സങ്കടം തീർത്തിടും വലിയ പെരുന്നാള് കാത്തു കാത്തിതാ സങ്കടം തീർത്തിടും
കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് നമ്മുടെ പാവം സുഫിയാനാണ്. സുഫിയാൻ, വലിയ പെരുന്നാളൊക്കെ അടിപൊളിയല്ലേ? അപ്പൊ ആ ഒരു സന്തോഷത്തിൽ തന്നെ നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി. ഓക്കെ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂതുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂതുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മഴവിൽ അഴകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ. ആഗയാ ആഗയാ ദിൽ ചുരാനെ വോ ആഗയാ. अरे आ गया दिल चुराने वो आ गया. मेहंदी निरमुള്ള സുഗന്ധി പൂതുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂതുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. സുഫിയാൻ നല്ലൊരു പാട്ട് പാടി. ഇനി എന്തായാലും നമ്മുടെ ന്യൂ സോങ് റിലീസ് റൗണ്ടിലെ ഒരു സോങ്. കൽബിൽ കാലം നട്ടു വളർത്തിയ പൂമരമാണ് മുഹബത്ത്. കൽബുകളൊന്നായി തീരുമ്പോൾ അതിൽ പൂവണിയും നവഹാജത്ത്. കൽബിൽ കാലം നട്ടു വളർത്തിയ പൂമരമാണ് മുഹബത്ത്. കൽബുകളൊന്നായി തീരുമ്പോൾ അതിൽ പൂവണിയും നവഹാജത്ത്. ഇഷ്കിൻ ബഹറുകൾ തീര തല്ലുമ്പോൾ നിലവുകളെല്ലാം സീനത്ത്. ഇഷ്കിൻ ബഹറുകൾ തീര തല്ലുമ്പോൾ നിലവുകളെല്ലാം സീനത്ത്. ഇശലുകളെന്നൊരു ബൈത്തുകൾ പാടി പൂവണിയുന്നൊരു പുതുജന്നത്ത്. പൂവണിയുന്നൊരു പുതുജന്നത്ത്. കൽബിൽ കാലം നട്ടു വളർത്തിയ പൂമരമാണ് മുഹബത്ത്. കൽബുകളൊന്നായി തീരുമ്പോൾ അതിൽ പൂവണിയും നവഹാജത്ത്. അങ്ങനെ വലിയ പെരുന്നാളിന്റെ ഈ ഒരു സെലിബ്രേഷൻ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തന്ന പാട്ടിന്റെ ഉറുമാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു സെക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് സോങ്ങിലാണ്. എല്ലാവരും റെഡിയല്ലേ? മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീരേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാ